കാലവർഷക്കെടുതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ സംസ്ഥാന വ്യാപകമായി ഷിഗല്ല രോഗബാധയുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിപയുമായി ബന്ധപ്പെട്ട ആശങ്കയുമുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഓർക്കുക, നേരത്തെ കൊല്ലത്തും ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. 6 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിസാരവുമായാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. 8 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട്ടിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ജില്ലയിലെ 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ കാണാതായ 6 നാഗാ പുരുഷന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇംഫാലിൽ ഇതേ തുടർന്ന് വൻ പ്രതിഷേധം നടന്നു. ഇംഫാൽ ആശുപത്രിക്ക് പുറത്ത് സുരക്ഷാ സേനയുമായി പ്രതിഷേധക്കാർ ഏറ്റുമുട്ടി. സംഘർഷം രൂക്ഷമായതോടെ സുരക്ഷാ സേന കണ്ണീർ വാതകം പ്രയോഗിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധം. ലീലോൺ വൈഫൈ ഗ്രാമത്തിൽ നിന്ന് മെയ് 13 മുതലാണ് 6 പേരെയും കാണാതായത്. ഇവരെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് റിപ്പോർട്ട്. കുക്കി വിഭാഗത്തിൻ്റെ ശക്തികേന്ദ്രമായ ഖരം വൈഫൈ ഗ്രാമത്തിനടുത്തുള്ള വനപ്രദേശത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ NIAക്ക് അന്വേഷണ ചുമതല കൈമാറി. As of now, investigation is going on and identifications of body will be shortly done. And the cases have been handed over to NIA. And Manipur police will be assisting NIA with all sincerity and with all our strength. We will support the investigation to be done by NIA in this case. നടി അൻസിബ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മ. പരസ്യ പ്രതികരണങ്ങൾ അമ്മ സംഘടനയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയെന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത്. പ്രതികരണങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രമ്യമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. അൻസിബയുടെ ആരോപണങ്ങൾ സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. വിശദീകരണം സംഘടനയ്ക്ക് തൃപ്തികരമല്ല എങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഈ മാസം 17 മുൻപ് നോട്ടീസിന് മറുപടി നൽകണമെന്നുള്ളതാണ് വ്യവസ്ഥ.